ഇപ്പം നമ്മൾ ഈ പിണറായി വിജയനെ കുറിച്ച് പല ദോഷങ്ങളൊക്കെ പറയും. എങ്കിലും UDF അധികാരത്തിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ആളുകൾ നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറയും, ഓ എത്രയല്ല പിണറായി വിജയൻ എന്തിന് നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് കുറച്ച് ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രായാധിക്യം കൂടുതലുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരോട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര മെച്ചപ്പെട്ട സർക്കാരായിരുന്നു അത്. കോൺഗ്രസ് അനുഭാവിയായ ജയശങ്കർ ഇങ്ങനെ പറയണമെങ്കിൽ പിണറായിയുടെ റേഞ്ച് അത് വേറെ തന്നെയാണ് എന്ന് ആളുകൾ പശ്ചാത്താപത്തോടെ പറയും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് സത്യവാഹം പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഭരണം കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. 100-ന് മുകളിൽ സീറ്റ് കിട്ടിയിട്ടും ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസം എടുക്കുന്നത് കോൺഗ്രസിൻ്റെ പരാജയം തന്നെയാണ്. ഇനിയിപ്പോൾ ഒരാളെ തീരുമാനിച്ചാൽ മറ്റു രണ്ടുപേരും എന്ത് ചെയ്യും? അവർ കുത്തിച്ചാകുമോ അതോ കുത്തിക്കൊല്ലും അതും അറിയില്ല. അപ്പോൾ ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആര് മുഖ്യമന്ത്രിയായി വന്നാലും വോട്ട് ചെയ്ത ജനങ്ങളെ അടക്കം വെറുപ്പിച്ചിട്ടുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കി വെച്ച അപകടങ്ങളൊക്കെ പുതിയ സർക്കാർ 6 മാസത്തിനകത്ത് പരിഹരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങളും അത് വിശ്വസിച്ചിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയെല്ലാം കണ്ടറിയാം. വളരെ ഡിസ്പാഷനറായിട്ട് നോക്കുമ്പോൾ VD സതീശനാണ് ഒരു എഡ്ജ് എന്ന് പറയാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹമാണെന്നുള്ള എല്ലാവർക്കും അറിയിച്ചു. ആ പറഞ്ഞത് ഒരു ശരിയാണ്. കാരണം VD സതീശൻ പാർട്ടിക്ക് വേണ്ടി 5 വർഷം ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അത്രയും പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അത് പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചാൽ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഇന്ന ആളാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയില്ല. പക്ഷേ ഹൈക്കമാൻഡിന് മാത്രം മനസ്സിലായിട്ടില്ല കേരളത്തിൽ വിജയശില്പി ആരാണെന്ന്. നിയമസഭാ വേദിയെയും പുറത്തും അതിശക്തമായ രീതിയിൽ സർക്കാരിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് അത് ബഹുജന സമക്ഷം അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ കഴിവ് തെളിയിച്ചു. പിന്നെ ഈ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊക്കെ, അതായത് തൃക്കാക്കരയാണെങ്കിലും അതല്ല പുതുപ്പള്ളി ആണെങ്കിലും നിലമ്പൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ആളാണ് സതീശൻ. എല്ലാ MLA-മാരും രാഹുൽ ഗാന്ധി അടക്കം വേണുഗോപാലിനെയാണ് പിന്തുണക്കുന്നത്. സതീശൻ്റെ കാര്യത്തിൽ തീരുമാനം ആയില്ല. ഈ നമ്മുടെ നാട്ടിലെ നല്ലൊരു ഭാഗം വോട്ടർമാരും ഈ കോൺഗ്രസ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം സതീശൻ മുഖ്യമന്ത്രിയെ കാണും എന്ന് വിചാരിച്ചിട്ടാണ്. ജയശങ്കർ പറഞ്ഞ ആ കാര്യം ശരിയാണ്. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഒരുപാട് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട്. 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത വേറൊരാളില്ല. സീനിയോറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രമേശിനോട്, അതല്ല ഒരു പോരാളി എന്ന രീതിയിലാണ് പരിഗണിക്കുന്നതെങ്കിൽ സതീശനോട്. ഈ രണ്ടും അല്ലെങ്കിൽ പ്രശ്നമില്ല. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയി വരുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവർ തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോയിക്കോളും. മറിച്ച് KC വേണുഗോപാലിനെ എയർലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും വലിയ റിസെൻറ്റ്മെൻറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് സത്യം. മറിച്ച് വേണുഗോപാൽ നയിക്കുന്ന ഒരു മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ജോയിൻ ചെയ്യോ സതീശൻ ജോയിൻ ചെയ്യോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല. ഇത്രയും വലിയൊരു വിജയം ശരിക്കും ആഘോഷിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ. ഇവരെ രണ്ടുപേരെ പുറത്തേറ്റിട്ട് കൊണ്ട് ഫലപ്രദമായ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി വേണുവിന് ഭരിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ഭാവി വളരെ ഇരുളടഞ്ഞ നിലയിലാണ് കാണുന്നത്. കോൺഗ്രസ് അനുഭാവിയായ ജയശങ്കർ പോലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന്. നിങ്ങൾക്ക് ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ കമൻ്റായി അഭിപ്രായം പറയുക.